ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള പർപ്പിൾ കളറിലുള്ള ഇടിയപ്പമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പർപ്പിൾ ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ക്യാബേജ് മുഴുവനായിട്ടും എടുക്കുന്നില്ല, അതിൽ നിന്നൊരു ചെറിയൊരു പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് ക്യാബേജ് ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ എല്ലാ ലെയേഴ്സും ഇങ്ങനെ അടർത്തിയെടുക്കുന്നുണ്ട്. കാരണം അതിനുള്ളിൽ വല്ല പ്രാണിയും കീടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അടർത്തിയെടുക്കുന്നത്. അങ്ങനെ മുഴുവനായിട്ട് അടർത്തിയെടുത്തതിന് ശേഷം നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഈ ഒരു പർപ്പിൾ ക്യാബേജ് എന്ന് പറയുന്നത് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു പർപ്പിൾ ക്യാബേജ്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ ക്യാബേജ് അടർത്തിയെടുത്തത് മുഴുവനും നന്നായിട്ട് കഴുകി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി തിന്നാക്കണമെന്നൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് മുഴുവനായിട്ടും മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ നമ്മുടെ ക്യാബേജൊക്കെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. നല്ല പർപ്പിൾ കളറായിട്ടുള്ള ക്യാബേജ് മിക്സ് നമുക്ക് കിട്ടി. ഇനി അതൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ക്യാബേജിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് സാദാ, നമ്മൾ തിളച്ച വെള്ളമൊന്നുമല്ല, സാദാ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പൊടി കട്ടയൊന്നുമില്ലാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കട്ടിയാക്കി എടുക്കണം. അപ്പോൾ ഈ ബാറ്റർ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഇടിയപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് തിക്കായി വന്ന് തുടങ്ങുന്ന സമയത്ത്, നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇടയ്ക്ക് ലോ ഫ്ലെയിമിലും ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലും ഇട്ട് കൊടുത്ത് നമുക്ക് മാവിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് ഇതുപോലെ ഇങ്ങനെ നല്ല മാവാക്കി എടുക്കണം. നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ മാവിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ റെഡിയായി കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായി വറ്റി നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കുകയാണ് ചെയ്യുക ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഇടിയപ്പത്തിലേക്ക് നമുക്ക് ഇനി മാവ് കുഴക്കേണ്ട ആവശ്യമില്ല. കയ്യിലെ എണ്ണ നന്നായി പുരട്ടിയതിന് ശേഷം കുറച്ച് മാവെടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുഴക്കലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചിലർ ചോദിക്കും ഇതിപ്പോൾ കയ്യിൽ വെച്ച് കുഴക്കുകയല്ല ചെയ്യണമെന്ന്. കയ്യിൽ വെച്ച് കുഴക്കുന്നൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ആ ഒരു സേവനാഴിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ പാകത്തിനൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കയ്യിലാക്കിയതിന് ശേഷം മാത്രമേ മാവ് എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് സേവനാഴിയുടെ ഉള്ളിലും കുറച്ച് എണ്ണയൊന്ന് തടവിയതിന് ശേഷം മാവ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം ആദ്യം ചിരകിയത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ പർപ്പിൾ ക്യാബേജിൻ്റെ ഇടിയപ്പം പിഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം നമ്മളിവിടെ എല്ലാ തട്ടിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 തട്ടിലാണ് ഞാൻ ഇടിയപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മൂടി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അങ്ങനെ 10 മിനിറ്റായി നമ്മുടെ ഇടിയപ്പമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കത് ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുക്കാം. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല പർപ്പിൾ കളറിലാണ് നമ്മുടെ ഇടിയപ്പം കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിന് ഒരു ക്യാബേജിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ക്യാബേജിൻ്റെ മണമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ടേസ്റ്റിൽ ഒത്തിരി വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സാധാരണ അരിപ്പൊടിയുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്.
ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ടോ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്